നമസ്കാരം. ലേറ്റ് എഡിഷൻ തുടങ്ങുന്നു. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. FCRA നിയമ ഭേദഗതി സംബന്ധിച്ച് ക്രിസ്ത്യൻ സഭാ പ്രതിനിധികളുമായി ചർച്ച നടത്തി കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു. നിയമ ഭേദഗതി താൽക്കാലികമായി നിർത്തിവെച്ചതായി മന്ത്രി അറിയിച്ചെന്ന് ലത്തീൻ അതിരൂപത വികാരി ജനറൽ ഫാദർ യൂജീൻ പെരേര കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പറഞ്ഞു. ഈ സഭാ സമ്മേളന കാലയളവിൽ ഭേദഗതി അവതരിപ്പിക്കില്ലെന്ന് മന്ത്രി ഉറപ്പു നൽകി. നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട തങ്ങളുടെ ആശങ്കകൾ മന്ത്രി അറിയിച്ചെന്നും ഫാദർ യൂജീൻ പെരേര വ്യക്തമാക്കി. ഈ വിദേശ സംഭാവന സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ അവതരിപ്പിച്ച ബില്ല് സംബന്ധിച്ച് വലിയ ആശങ്കകളുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അതിൻ്റെ വെളിച്ചത്തിലൊരു ചർച്ചയ്ക്കാണ് അദ്ദേഹം സന്നദ്ധമായത്. ഈ നിയമം തൽക്കാലം ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് സന്നദ്ധമാണെന്ന് അറിയിച്ചു. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ അദ്ദേഹം രേഖപ്പെടുത്തി എടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് അദ്ദേഹം ഇക്കാര്യത്തിൽ നല്ല ഇടപെടൽ നടത്തുമെന്ന്. സഭാ പ്രതിനിധികളുടെ ആശങ്കകൾ ഗൗരവമായി പരിഗണിക്കുമെന്ന് കിരൺ റിജിജു പറഞ്ഞു. സംസ്ഥാന BJP നേതൃത്വത്തോട് തെരഞ്ഞെടുപ്പിന് ശേഷം ഇവരുമായി വീണ്ടും കൂടിക്കാഴ്ച നടത്താൻ ആവശ്യപ്പെട്ടു. നിയമപരമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയ്ക്കും ബില്ല് കൊണ്ട് ദോഷമുണ്ടാകില്ലെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കി. I have heard all their concerns and they had raised certain issues before me. I have told them that the Congress party and the Communist party are spreading lots of rumors in Kerala because of the election. If there were no election, they would not have raised this issue. But however, the genuine Christian organizations have raised certain issues. We have taken them into consideration, and right now the bill has been put on hold. And after election, I will meet them again. And I have told our state unit BJP President Rajiv Chandrasekhar ji and his team to come to Delhi and come in writing some of the points which they have raised. I have also noted down certain points. ആറാം നാൾ ജനവിധി. മൈജി ഫ്യൂച്ചർ വോട്ടുത്സവം സമർപ്പിക്കുന്നത് മൈജിയാണ് ഫ്യൂച്ചർ. Co-powered by Berger Paints. Paint your imagination. Co-sponsored by ആഘോഷങ്ങൾ നടക്കട്ടെ. വോക്കരു പ്ലസ് കല്യാൺ ഹോംസ്. ഒന്നായി ജീവിക്കാം, നന്നായി ജീവിക്കാം. ബെസ്റ്റ് ക്വാളിറ്റിയിലും ബെസ്റ്റ്, ഫിനിഷിലും ബെസ്റ്റ്. 24 ഇലക്ഷൻ ബ്രേക്കിംഗ്. CPIM BJP ഡീൽ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. അവിശുദ്ധ രാഷ്ട്രീയ കൂട്ടുകെട്ടുകൾ വിജയിക്കില്ല. BJPയുമായുള്ള ധാരണ സാധാരണ പാർട്ടി പ്രവർത്തകർ അംഗീകരിക്കില്ലെന്നും 24ന്റെ KC വിത്ത് SKN എന്ന പരിപാടിയിൽ KC വേണുഗോപാൽ പറഞ്ഞു. ഈ കേരളത്തിൽ ഇപ്പം CPM-ഉം BJPയും തമ്മിൽ ഒരു ശക്തമായ ഡീല് നടക്കുന്നു, ചില മണ്ഡലങ്ങളിൽ അത് പ്രകടമാണ് എന്നൊക്കെ പറയുന്നു. ഇപ്പോഴും KC അതിൽ ഉറച്ചു നിൽക്കുകയാണോ? അല്ലാതെ തീർച്ചയായിട്ടും BJPയെ സംബന്ധിച്ചിടത്തോളം BJP കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ടുള്ള ഏത് അണ്ടർസ്റ്റാൻഡിങ്ങിനെയും താഴെത്തട്ടിലുള്ള പ്രവർത്തകൻ അത് നേരായ മാർഗത്തിൽ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കേരളത്തിൻ്റെ പശ്ചാത്തലം വെച്ച് അവർ കേരളത്തിന് പുറത്തുള്ള പശ്ചാത്തലം പോലെയായിരിക്കും. കാരണം അങ്ങനെയാണല്ലോ അവർ പറഞ്ഞുകൊണ്ട് കിടന്നത്. അപ്പോൾ ഇതൊന്നും ഈ പറയുന്ന ഡീലൊന്നും ചിലവാകാൻ പോകുന്നില്ല. ഈ രാഷ്ട്രീയത്തിൽ അവിശുദ്ധമായിട്ടുള്ള ഏത് ഡീല് നടത്തിയാലും അതൊന്നും സക്സസ്ഫുൾ ആണ്. തിളക്കമാർന്ന വിജയത്തോടെ UDF അധികാരത്തിലെത്തിയില്ലെങ്കിൽ വനവാസത്തിന് പോകുമെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രസ്താവന വൈകാരികമെന്ന് KC വേണുഗോപാൽ 24നോട് പറഞ്ഞു. UDFന് 100 സീറ്റിന് മുകളിൽ നേടാനുള്ള രാഷ്ട്രീയ സാഹചര്യമുണ്ട്. ജനം മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെന്നും KC വേണുഗോപാൽ വ്യക്തമാക്കി. ഞാൻ ഇതുപോലെ ഒരു അഭിമുഖത്തിൽ VD സതീശനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, 100-ലധികം സീറ്റ് കരസ്ഥമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഒരു നല്ല വിജയം കരസ്ഥമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹം രാഷ്ട്രീയമായ ഒരു വനവാസത്തിന് വേണമെങ്കിലും പോകും എന്ന് അദ്ദേഹം പറഞ്ഞു. ഒന്നുകൂടി ഉറപ്പിച്ച് പറഞ്ഞു. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒന്നുകൂടി ഉറപ്പിച്ച് പറഞ്ഞു. അപ്പോൾ അത് വലിയൊരു ആത്മവിശ്വാസത്തിന്റെ ഭാഗമാണല്ലോ. KCക്കും അത്ര അധികം ഒരു ആത്മവിശ്വാസം ഉണ്ട്. അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, ഒരു തരംഗം എന്ന് പറഞ്ഞാൽ വനവാസം ഒന്നും പറയണ്ട. ഇല്ല, അത് അദ്ദേഹം ഇമോഷണലായിട്ട് കുറച്ചും കൂടെ ടച്ച് ചെയ്ത് പറഞ്ഞതാണ്. അതിപ്പോൾ അതിനെ വല്ല ആത്മവിശ്വാസത്തോടെ അതുകൊണ്ട് അത് നമ്മളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരു വേവ് എന്ന് പറഞ്ഞാൽ എന്താണ്, സാധാരണഗതിയിലെ വിജയമാണെങ്കിൽ 75-80 സീറ്റുകളൊക്കെ പറയാം. ഒരു വേവ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞാൽ 100 സീറ്റിൻ്റെ അപ്പുറത്തേക്ക് പോകത്തക്കവണ്ണമുള്ള രാഷ്ട്രീയ സാഹചര്യവും കാലാവസ്ഥയും കേരളത്തിലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.
മൗലികാവകാശത്തെ പോലും ചോദ്യം ചെയ്യുന്നതാണ് FCRA ഭേദഗതി ബില്ലെന്ന് KC വേണുഗോപാൽ പറഞ്ഞു. കേന്ദ്രത്തിന്റേത് വിഭജന ഭീഷണി രാഷ്ട്രീയം. ബില്ല് ചുളുവിൽ പാസാക്കാൻ അനുവദിക്കില്ലെന്നും KC വേണുഗോപാൽ വ്യക്തമാക്കി. 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായരുമായുള്ള പ്രത്യേക അഭിമുഖത്തിലായിരുന്നു KC വേണുഗോപാലിന്റെ ഈ പ്രതികരണം. മതപരമായിട്ടുള്ള കാര്യങ്ങൾക്കും അതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് സ്ഥാപനങ്ങൾ നടത്താനും പ്രസ്ഥാനങ്ങൾ നടത്താനുള്ള അധികാരം ഭരണഘടന കൊടുക്കുന്നതാണ്. അപ്പോൾ അതിനെ മൗലികാവകാശപ്പെട്ടത്. അപ്പോൾ അതിനെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ഈ ബില്ല് വന്നത്. അപ്പോൾ ഒരു തരത്തിലുള്ള ഒരു സർക്കാരിൽ നിന്നും ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത വണ്ണമുള്ള ഒരു വളരെ ഡിവിസീവായിട്ടുള്ള പൊളിറ്റിക്സ്, വിഭജിക്കുക എന്ന് പറയുന്ന രാഷ്ട്രീയം ഉണ്ടാക്കുക, ഭീഷണിയുടെ മുൾമുനയിൽ നിർത്തുക, പേടിപ്പിക്കുക. ഞങ്ങളതിനകത്ത് ഉറച്ച നിലപാടെടുത്തു. ആ ബില്ല് ഒരു ചർച്ചയുമില്ലാതെ, ഒരു വിധത്തിലുള്ള കീഴ്വഴക്കങ്ങളൊന്നും പാലിക്കാതെ, സാധാരണഗതിയിൽ ബില്ല് അവതരിപ്പിക്കുമ്പോൾ വേളയിൽ ചെയ്യേണ്ട നടപടിക്രമങ്ങൾ പോലും പാലിക്കാതെ ഇത്തരമൊരു ബില്ല് കൊണ്ടുവന്നാൽ ആ ബില്ലിനെ എന്ത് വില കൊടുത്തും എതിർത്ത് തോൽപ്പിക്കും. ഏറ്റവും ശക്തമായി ഇതൊരു പിൻവാതിലിലൂടെയുള്ള ബാക്ക്ഡോർ എൻട്രിയാണ് ഈ ബില്ലിൻ്റെ. പേരാമ്പ്രയിൽ അനൗൺസ്മെന്റ് വിവാദം കത്തുന്നതിനിടെ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഫാത്തിമ തഹ്ലിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസ്. സമുദായത്തിന്റെ പേരിൽ വോട്ട് തേടിയെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഫാത്തിമ തഹ്ലിക്ക് നോട്ടീസ് അയച്ചത്. സമുദായത്തിന്റെ പേര് പറഞ്ഞ് ഫാത്തിമ വോട്ട് ചോദിക്കുന്നുവെന്ന് അനൗൺസ്മെന്റ് നടത്തിയെന്ന പരാതിയിൽ LDF സ്ഥാനാർത്ഥി TP രാമകൃഷ്ണനും നോട്ടീസ് അയച്ചിരുന്നു. കൗമിലെ കുട്ടിയെ വിജയിപ്പിക്കണമെന്ന് മുസ്ലിം ലീഗുകാർ വീടുകളിൽ കയറി പറയുന്നു എന്നതായിരുന്നു LDFന്റെ തിരഞ്ഞെടുപ്പ് വാഹനത്തിലെ അനൗൺസ്മെന്റ്. UDF നൽകിയ പരാതിയിലാണ് LDF സ്ഥാനാർത്ഥി TP രാമകൃഷ്ണന് വിശദീകരണം ചോദിച്ച് നോട്ടീസ് അയച്ചത്. സംഭവം നിഷേധിച്ച TP രാമകൃഷ്ണൻ, ഇവിടെ ഞങ്ങളുടെ മുമ്പിൽ ഒരു അനൗൺസ്മെന്റ് വിവാദമില്ല. ഇവിടെ ഞങ്ങളുടെ വാഹനത്തിൽ ഉപയോഗിക്കുന്ന അനൗൺസ്മെന്റിന്റെ ഒരു പെൻഡ്രൈവ് ഉണ്ട്. ഇപ്പോൾ കുറേ ദിവസങ്ങളെ ഇവിടെ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പര്യടനത്തിലെല്ലാം ഈ പെൻഡ്രൈവ് ഉപയോഗിക്കുന്നുണ്ട്. അതിലൊന്നും ഒരു വിഷയം വന്നിട്ടില്ലല്ലോ. ഇനി എന്തെങ്കിലും വിഷയം വന്നിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കുമല്ലോ. വീടുകളിലെത്തി സമുദായത്തിന്റെ പേരിൽ വോട്ട് തേടിയെന്ന 3 വ്യക്തികളുടെ പരാതിയിലാണ് UDF സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിക്ക് നോട്ടീസ് അയച്ചത്. ലീഗ് മതം പറഞ്ഞ് വോട്ട് പിടിക്കുന്നെന്ന CPM ജനറൽ സെക്രട്ടറി MA ബേബി പ്രതികരിച്ചു. വർഗീയ അനൗൺസ്മെന്റ് CPMന്റെ മുതിർന്ന നേതാക്കളുടെ അറിവോടെയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അനൗൺസ്മെന്റ് വിവാദം അപകടകരമെന്നും പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ഒരിക്കലും മതം പറഞ്ഞ് വോട്ട് വാങ്ങുന്ന ഒരു ചരിത്രമോ പാരമ്പര്യമോ UDFനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതിനിടെ പരാതിയിൽ ഇതുവരെ കേസെടുക്കാത്തതിൽ പ്രതിഷേധവുമായി UDF സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയ രംഗത്തെത്തി. 24 കോഴിക്കോട്. വിവാദ പ്രസംഗവുമായി തിരുവനന്തപുരം വട്ടിയൂർക്കാവിലെ NDA സ്ഥാനാർത്ഥി R ശ്രീലേഖ. ലവ് ജിഹാദ് ഉള്ളതുകൊണ്ടാണ് കേരളത്തിൽ സ്ത്രീ സുരക്ഷയില്ലാത്തത് എന്നായിരുന്നു പരാമർശം. ഈ സമയങ്ങളിലെല്ലാം സർക്കാർ കണ്ണടച്ചിരിക്കുന്നുവെന്നും ശ്രീലേഖ കൂട്ടിച്ചേർത്തു. പ്രസ്താവനയ്ക്കെതിരെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഒരു വനിതാ പോലീസ് ഓഫീസറായിട്ടുള്ള എനിക്ക് നേരെ തന്നെ എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ അത് നേരിടുന്നത് ഞാൻ ഒറ്റയ്ക്കായിരിക്കും. എൻ്റെ കൂടെ നിൽക്കാനോ എന്നെ ഒരു സപ്പോർട്ട് ചെയ്യാനോ എൻ്റെ DGP പോലും അന്ന് വരില്ല. വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലെ പൊതുയോഗത്തിനിടെയാണ് NDA സ്ഥാനാർത്ഥിയും ശാസ്തമംഗലം കൗൺസിലറുമായ R ശ്രീലേഖയുടെ വിവാദ പ്രസംഗം. കേരളത്തിൽ സ്ത്രീകൾക്ക് സുരക്ഷയില്ല, അതിന് കാരണം ലവ് ജിഹാദ് എന്നും പരാമർശം. ലവ് ജിഹാദ് പോലെയുള്ള അതിക്രൂരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ വരെ നടക്കുമ്പോൾ കണ്ണടയ്ക്കുന്ന ഒരു സർക്കാർ 100% അവർ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന കുറ്റകൃത്യങ്ങൾക്ക് യാതൊരു പ്രാധാന്യവും കൽപ്പിക്കാറില്ല. പോലീസ് ഓഫീസറായിരുന്ന തനിക്ക് പോലും മോശം അനുഭവം ഉണ്ടായെന്നും DGP പോലും കൂടെ നിന്നില്ലെന്നും ശ്രീലേഖ കൂട്ടിച്ചേർക്കുന്നു. ലവ് ജിഹാദ് പരാമർശം കേരളം കണ്ടും കേട്ടും മടുത്ത് മാറ്റിവെച്ച ഇല്ലാ കഥയെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ലവ് ജിഹാദ് എല്ലാം കേരളം കേട്ടും കണ്ടും പറഞ്ഞു മടുത്ത് മാറ്റിവെച്ചത് ഇല്ലാ കഥയാണ്. ലോകമുള്ള കാലം മുതൽ പ്രണയമുണ്ട്. അതിൽ മതം പറഞ്ഞ് ജാതി പറഞ്ഞ് കുഞ്ഞുങ്ങളെ തെറ്റിക്കുന്ന ഭ്രാന്താണ് ലവ് ജിഹാദ്. പരാമർശത്തിനെതിരെ മുസ്ലിം ലീഗും രംഗത്തെത്തി. കുറേ നാളുകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണത്. ഇതൊന്നും അടിസ്ഥാനപരമായ യാതൊരു തെളിവോ അല്ലെങ്കിൽ വസ്തുതയോ ഒന്നും നോക്കാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 24 തിരുവനന്തപുരം. ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്ക്. മലപ്പുറം വണ്ടൂരിൽ ശശി തരൂർ MP നേരെയുണ്ടായ കയ്യേറ്റ ശ്രമത്തിനിടെ ഗൺമാന് മർദ്ദനമേറ്റെന്ന സംഭവത്തിൽ 3 പേർ പിടിയിലായി. കാളികാവ് സ്വദേശികളാണ് കസ്റ്റഡിയിലുള്ളത്. ഒരാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗൂഗിൾ K വേണുഗോപാൽ മലപ്പുറത്ത് നിന്ന് ചേരുന്നു വിവരങ്ങളുമായി. ഗൂഗിൾ, എന്തിനായിരുന്നു ഈ കയ്യേറ്റ ശ്രമം? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി ലഭിച്ചിട്ടുണ്ടോ? എന്താണ് നിലവിൽ ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റം?
ഈ ഗതാഗതക്കുരുക്കിനിടെ എംപിയുടെ കാർ ഡ്രൈവർ ഹോൺ അടിച്ചതിൽ പ്രകോപിതരായാണ് ഇത്തരത്തിൽ എംപിക്ക് നേരെ കയ്യേറ്റ ശ്രമം ഉണ്ടായത് എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ സംഭവത്തിൽ 5 പേർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിൽ 3 പേർ കസ്റ്റഡിയിലുണ്ട്. ഒരാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കാളികാവ് സ്വദേശിയായിട്ടുള്ള ഉമ്മറിന്റെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനവും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഏറനാട് നിന്ന് തിരുവാലിയിൽ നിന്ന് വണ്ടൂരിലേക്ക് UDF സ്ഥാനാർത്ഥി AP അനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി പോകുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള അക്രമം ഉണ്ടായത്. എംപിക്ക് നേരെ കയ്യേറ്റ ശ്രമം ഉണ്ടാവുന്ന സമയത്ത് ഗൺമാൻ ഇറങ്ങി തടയുന്നതിനിടയിലാണ് അദ്ദേഹത്തിന് മർദ്ദനമേറ്റിട്ടുള്ളത്. ശശി തരൂരിന്റെ പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഗൺമാന്റെ പരാതിയിലാണ് വണ്ടൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തത്. അതിനൊടുവിലാണ് ഇപ്പോൾ ഒരാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും 2 പേർ കസ്റ്റഡിയിൽ ആവുകയും ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇന്ന് ഈ സംഭവം നടന്നതിന് ശേഷം ശശി തരൂർ മറ്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളുമായി മുന്നോട്ടേക്ക് പോവുകയും ആ പരിപാടിയിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ശശി തരൂർ എംപിക്ക് എന്തായാലും പരിക്കുപറ്റിയിട്ടില്ല. ഗൺമാനെയാണ് മർദ്ദനമേക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും അദ്ദേഹം പരാതി നൽകുകയും ചെയ്തു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തിയ ഒടുവിൽ ഇപ്പോൾ ഒരാൾ കസ്റ്റഡിയിലായിട്ടുണ്ട്. ഗോകുൽ കെ വേണുഗോപാലാണ് മലപ്പുറത്തുനിന്ന് വിശദാംശങ്ങൾ നൽകിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അവസാന ലാപ്പിലേക്ക് കടന്നതോടെ ആവേശം പാരമ്യത്തിലെത്തി. CPIM BJP ഡീൽ ആരോപണത്തിൽ തുടങ്ങിയ പ്രചാരണ രംഗത്തെ ഏറ്റുമുട്ടൽ SDPI ബന്ധം സംബന്ധിച്ച ചർച്ചയിലൂടെയാണ് വളർന്നുവന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള ചർച്ചയാക്കാൻ UDFും വയനാട് പുനരധിവാസം ചർച്ച ചെയ്യാൻ LDFും ശ്രമിക്കുന്നുണ്ടെങ്കിലും പുതിയ വിവാദങ്ങളും കളം നിറയുന്നു. ഇന്നേക്ക് 6ാം ദിവസമാണ് സംസ്ഥാനം പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. പരസ്യപ്രചാരണം തീരാൻ ഇനി 4 ദിവസം മാത്രം. അവസാന ഘട്ടത്തിലേക്ക് കടന്നതോടെ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ ഉച്ചസ്ഥായിലേക്ക് എത്തി. CPIM BJP ഡീൽ എന്ന കോൺഗ്രസ് ആരോപണത്തോടെയാണ് പ്രചരണ രംഗം ചൂടുപിടിച്ചത്. പ്രതീക്ഷിച്ചതിലുമേറെ സമയം പ്രചരണ രംഗത്ത് കത്തുനിന്ന ഡീലാക്ഷേപം നേമത്ത് LDFന് SDPI പിന്തുണ പ്രഖ്യാപിച്ചതോടെയാണ് ഒന്നയഞ്ഞത്. എങ്കിലും ഇപ്പോഴും CPIM BJP ഡീൽ കോൺഗ്രസ് സമർത്ഥമായി ഉന്നയിക്കുന്നുണ്ട്. SDPI പിന്തുണയിലും ഡീലാരോപണത്തിലും പ്രതിരോധത്തിലായ LDF വയനാട് പുനരധിവാസ ഫണ്ട് വിഷയം ഉയർത്തിയാണ് UDFന് നേരിട്ടത്. ഫണ്ട് കണക്ക് പുറത്തുവിട്ട CPIM കേന്ദ്ര നേതൃത്വം കോൺഗ്രസിനെ കണക്ക് പുറത്തുവിടാൻ വെല്ലുവിളിച്ചു. ശബരിമല സ്വർണ്ണക്കള്ള ഉന്നയിച്ചായിരുന്നു UDFന് തിരിച്ചടി. പ്രധാന വിഷയങ്ങളെ മറികടന്ന് പ്രാദേശിക വിഷയങ്ങൾ പൊതുമധ്യത്തിലേക്ക് എത്തുന്നതാണ് പ്രചരണത്തിന്റെ അവസാന ഘട്ടത്തിൽ കാണുന്നത്. പേരാമ്പ്രയിലെ LDFന്റെ അനൗൺസ്മെന്റ് വിവാദം, പയ്യന്നൂരിലെ വ്യാജക്കാട് ആരോപണം എന്നിവ പ്രാധാന്യമുള്ള വിഷയങ്ങളായി പ്രചരണ രംഗത്തുണ്ട്. മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ ചരിത്രം വീട്ടിൽ പോയി ചോദിക്കുക തുടങ്ങിയ പരാമർശങ്ങളും പ്രചരണ രംഗത്ത് സജീവമായി ഉന്നയിക്കപ്പെട്ടു. കായംകുളത്തെ LDF സ്ഥാനാർത്ഥിക്കെതിരെ മുസ്ലിം ലീഗ് പ്രാദേശിക നേതാവ് നടത്തിയ മോശം പരാമർശവും പ്രചരണ രംഗത്ത് കത്തിപ്പിടിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്നിവർ പൊതുപരിപാടികൾ ഉന്നയിച്ച വിഷയങ്ങളും രാഷ്ട്രീയ ആരോപണങ്ങളും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായി. 24 തിരുവനന്തപുരം. വെൽക്കം ബാക്ക്. ലേറ്റ് എഡിഷൻ തുടരുന്നു. അടുത്ത വാർത്തയിലേക്ക്. ഇന്ത്യക്ക് പ്രതീക്ഷ നൽകിയ പിണറായി വിജയൻ ഭരണം തുടരണമെന്ന് നടൻ പ്രകാശ് രാജ്. പിണറായി വിജയൻ ദക്ഷിണേന്ത്യയുടെ പ്രതീക്ഷയാണ്. പ്രധാനമന്ത്രി റീൽ രാജയാണെന്നും പ്രകാശ് രാജ് കുറ്റപ്പെടുത്തി. ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രചാരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു പ്രകാശ് രാജ്. Then I came across one new real Raja, the Prime Minister of this country. Everybody is working, worrying, thinking he is doing reels in Assam in tea estates. And I am here because of Pinarayan sir, who has been a hope for South India for the last 10 years. It is Pinarayan sir here, Stalin in Tamil Nadu, Sidramaya in Karnataka, Mamata in Bengal. These are the leaders who are our last hope to stop these fellows. കേരളത്തിൽ നല്ലത് സംഭവിക്കുമെന്നും അതിനുശേഷം താൻ വീണ്ടും എത്തുമെന്നും നടൻ കമൽഹാസൻ പറഞ്ഞു. I'm sure I'm missing a great show. I wish you all the very best. And this is the best I could do. But വീണ്ടും വരാം. After good things have happened in Kerala. നമസ്കാരം. മറ്റൊരു വാർത്തയിലേക്ക്. തനിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പ്രചാരണം നടത്തിയെന്ന് കാണിച്ച് പോലീസിൽ പരാതി നൽകി മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി. ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ മുസ്ലിം ലീഗിന് പ്രതിനിധികൾ ഉണ്ടാകുമെന്ന് താൻ പറഞ്ഞു എന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പ്രചാരണം നടത്തുന്നതിന് എതിരെയാണ് ഈ പരാതി നൽകിയത്. ഗോകുൽ കെ വേണുഗോപാൽ മലപ്പുറത്ത് നിന്ന് ഒരിക്കൽ കൂടി ചേരുന്നു. ഗോകുൽ, വീണ്ടും ഒരു പരാതി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടാകുന്നു. അതും സമൂഹ മാധ്യമത്തിൽ തെറ്റായ പ്രചാരണം നടത്തിയെന്നാണ് PK കുഞ്ഞാലിക്കുട്ടിയുടെ പരാതി. അതിലിപ്പോൾ ആ പരാതി ഇപ്പോൾ എവിടെയാണ് നൽകിയിരിക്കുന്നത്? എന്താണ് വിവരങ്ങൾ? രഘുനാഥ് മേനോൻ എന്ന ഫേസ്ബുക്ക് പ്രൊഫൈൽ ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ വ്യാജ പ്രചരണം നടത്തിയത് എന്നാണ്
CK കുഞ്ഞാലിക്കുട്ടിയുടെ ചീഫ് ഇലക്ഷൻ ഏജന്റ് PS സലാം നൽകിയിട്ടുള്ള പരാതിയുള്ളത്. മലപ്പുറം സൈബർ സെൽ പോലീസ് സ്റ്റേഷനാണ് പരാതി സമർപ്പിച്ചിട്ടുള്ളത്. ഗുരുവായൂർ അമ്പലം മതേതര സർക്കാരിന്റേതാണ്. ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ മുസ്ലിം ലീഗിന് പ്രതിനിധികൾ ഉണ്ടാകുമെന്ന് കുഞ്ഞാലിക്കുട്ടി പ്രസ്താവന നടത്തിയ രീതിയിലാണ് രഘുനാഥ് മേനോൻ എന്ന് പറയുന്ന ഫേസ്ബുക്ക് പ്രൊഫൈൽ വഴി പ്രചരണം നടത്തിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് വേളയിൽ സ്ഥാനാർത്ഥിയെ തീവ്രവാദിയായി ചിത്രീകരിക്കാനും സമൂഹത്തിൽ മതസ്പർദ്ധയും വർഗീയതയും ചേരിതിരിവുകൾ ഉണ്ടാക്കാനുമാണ് ഇത്തരത്തിൽ പരാമർശം നടത്തുന്നത് എന്നാണ് ഈ ചീഫ് ഇലക്ഷൻ ഏജന്റ് ആയിട്ടുള്ള PS സലാം നൽകിയ പരാതിയിലുള്ളത്. മലപ്പുറം സൈബർ സെൽ പോലീസിൽ നൽകിയിട്ടുള്ള പരാതിയിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. ശരി, ഇതോടെ ലേറ്റ് എഡിഷൻ പൂർത്തിയാവുന്നു. ഗുഡ് നൈറ്റ്.